സങ്കീർത്തനം 23:1 പറയുന്നുണ്ട്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. ആടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇടയൻ പറയുന്നത് കേൾക്കുന്നതാണ് ആട്. അങ്ങനെ നോക്കുമ്പോൾ പുതിയ നിയമത്തില് ഇടയൻ പറഞ്ഞത് അതുപോലെ കേട്ട ഒരാളാണ് പരിശുദ്ധ കന്യാമാതാവ്. നമ്മൾ കാനായിലെ ആ വിവാഹത്തിനെ പറ്റി നോക്കാം. അത് പറഞ്ഞു തുടങ്ങുന്നത് 3-ാം ദിവസം എന്നാണ്. അപ്പോൾ 1-2 ദിവസങ്ങളിൽ അവിടുത്തെ പ്രമാണിമാരെയൊക്കെ വിളിക്കുന്ന ദിവസമാണ്. മന്ത്രിമാര്, MLA-മാര്, പിന്നെ നാട്ടിലെ പൗരമുഖ്യന്മാര്, ഇവരെയൊക്കെ വിളിക്കുന്ന ദിവസമാണ്. 3-ാമത്തെ ദിവസം ഒത്തിരി സാധാരണപ്പെട്ട ആളുകളെ വിളിക്കുന്നു. ആ സാധാരണപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് യേശുക്രിസ്തു കടന്നു ചെല്ലുന്നത്. ഭവനം വിലമതിക്കാത്ത ഒരാളായിട്ട്, സാധാരണപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ള ഒരാളായി യേശുക്രിസ്തു അവിടെ നിൽക്കുകയാണ്. സാധാരണപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്നാലും പാവപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്നാലും ഏത് കൂട്ടത്തിൽ നിന്നാലും ദൈവത്തെ അവഗണിക്കാൻ നമുക്ക് പറ്റത്തില്ല. മാതാവ് ആ വീടിന്റെ കുറവുകൾ അറിഞ്ഞിട്ട് യേശുക്രിസ്തുവിനെ പറ്റി ആദ്യത്തെ ഒരു സുവിശേഷം നമ്മളോട് പറയുകയാണ്. അവൻ പറയുന്നത് എന്തോ അത് നിങ്ങൾ ചെയ്യുക. യേശുക്രിസ്തു എന്ത് പറയുന്നോ അത് നിങ്ങൾ ചെയ്യുക. ഈ അമ്മ ഒരു ജനക്കൂട്ടത്തെ മുഴുവൻ നയിക്കുക. ഇതുപോലെ നമുക്കെല്ലാം ഒരു ദൗത്യമുണ്ട്, യേശുവിലേക്ക് ഈ ജനത്തെ നയിക്കുക എന്നുള്ളത്. ഈ പാത്രങ്ങളെല്ലാം വക്കോളം നിറയ്ക്കപ്പെട്ട പാത്രങ്ങളിൽ മുഴുവൻ പച്ചവെള്ളം വീഞ്ഞായിട്ട് മാറി. നിറമില്ലാത്ത, മണമില്ലാത്ത, രുചിയില്ലാത്ത ഒന്ന് രുചിയുള്ളതായി മാറി, മണമുള്ളതായിട്ട് മാറി, ഗന്ധമുള്ളതായിട്ട് മാറി. ഇതെല്ലാം മാറി. ഈ വീടിന്റെ കലവറക്കാരന് ദിവസം പറയുന്നുണ്ട്, ഇത് തീർന്ന കാര്യം പറഞ്ഞു, പക്ഷെ ഇത് വീണ്ടും വീഞ്ഞ് വന്നപ്പോൾ ഇത് എവിടെ നിന്ന് വന്നു എന്നയാൾ അന്വേഷിച്ചില്ല. എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുള്ള പ്രത്യേകത ഇതാണ്. ദൈവത്തിന്റെ വചനം, അതിനോട് നമ്മൾ അഭിനിവേശം കാണിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം കേൾക്കാൻ നമ്മൾ കൂട്ടാക്കുന്നില്ല. ഇതാരാണ് ഈ അത്ഭുതം പ്രവർത്തിക്കുന്നത്, വചനമാണ് ഇവിടെ പ്രവർത്തിച്ചത് എന്ന് ചിന്തിക്കാനായിട്ട് അവർ കൂട്ടാക്കുന്നില്ല. അവിടെ പച്ചവെള്ളം വീഞ്ഞായിട്ട് മാറും. കലവറക്കാരന് ഈ വരനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഇവിടെ മാതാവ് വന്നു നീ അറിഞ്ഞോ? ഇപ്പം പറയുന്നു, ഞാൻ അറിഞ്ഞില്ല. യേശു ഇവിടെ വന്നു നീ അറിഞ്ഞോ? ഞാൻ അറിഞ്ഞില്ല. ഒന്നും അറിഞ്ഞില്ല. ഒന്നും അറിഞ്ഞില്ലെങ്കിലും അവന് വേണ്ടതായ എല്ലാം കരുതിയ ഒരു ദൈവം. ഒന്നും അറിഞ്ഞില്ലെങ്കിലും കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദൈവത്തിന്റെ വാക്ക് കേൾക്കാൻ ആരെങ്കിലും ഒരിടത്തുണ്ടെങ്കിൽ, എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാക്ക് ദൈവം കേൾക്കും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കാനാകാരിയുടെ നിങ്ങൾ നോക്കുക. ആ അമ്മ വന്ന് കരഞ്ഞപ്പോൾ കാനാകാരിയുടെ മകളെ കണ്ടിട്ട് വിശ്വാസം കണ്ടിട്ടല്ല കർത്താവ് അത്ഭുതം കൊടുക്കുന്നത്, മറിച്ച് അമ്മയുടെ വിശ്വാസം കണ്ടിട്ടാണ്. അതുപോലെ ഒരു ഭവനത്തിൽ പ്രാർത്ഥിക്കുന്ന അനേക അമ്മമാരുടെ ഒരു സംഗമത്തിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒന്നും പാഴായി പോകത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ചുണ്ടുകൾ ദൈവത്തിന്റെ കാതുകളോടും ദൈവത്തിന്റെ ഹൃദയം നിങ്ങളുടെ ചങ്കിനോടും ചേർന്നിരിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ ദൈവത്തിന്റെ കാതുകളോടാണ് അടുത്തിരിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് യാതൊന്നിനും കുറവുണ്ടാവുകയില്ല. പ്രിയപ്പെട്ട മകൻ തന്റെ ഇടയനാണ്, തന്നെ നയിക്കുന്നവനാണ്, ഞാൻ കർത്താവിന്റെ ദാസിയാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് അവൻ പറയുന്നത് എന്ത് ചെയ്യുക, എന്നിട്ട് പറയുന്നു അത് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ അത്ഭുതം സംഭവിച്ചു. അതൊരു ദൈവം പറയുന്നത് കേൾക്കാൻ തുടങ്ങുമ്പോൾ മുതൽ നമ്മുടെ ജീവിതത്തിന്റെ ലെവല് മാറും. അത്ഭുതങ്ങളുടെ ഒരു ലോകമായിട്ട് നമ്മൾ മാറും. നമ്മുടെ എവിടേക്കാണ് നയിക്കേണ്ടത്? അതാണ് പച്ചവെള്ളത്തെ അവൻ വീഞ്ഞാക്കി മാറ്റി, വീഞ്ഞിനെ അവൻ സെഗ്യോനെ ചോരയാക്കി മാറ്റി, ചോരയെ പള്ളിയുടെ ആൾക്കാരെയും ഈ ചോര ഒരു ദിവസം കർത്താവ് നമ്മളിലേക്ക് തന്നിട്ട് പറയുന്നു, ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം. അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ എന്താകുന്നു? അവന്റെ സക്രാരിയായിട്ട് മാറുന്നു. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവന്റെ സക്രാരിയായി മാറാനായിട്ടുള്ള വിളിയാണ് ഓരോ ദൈവവൈദ്യന്റെ ജീവിതത്തിലേക്ക് ദൈവം നൽകുന്നത്. യേശു മാതാവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്ക് വലിയ സംശയമായിരുന്നു, ശരീരത്തിൽ മനുഷ്യൻ ദൈവം എന്തിനാ ഈ പൂക്കൾ വന്നിരുന്നു? പൂക്കൾ നമ്മൾ സാധിക്കും. നമ്മുടെ ശരീരത്തിൽ എല്ലാ അവയവങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പ്രയോജനമുണ്ട്, കൈക്കും കാലും എല്ലാം പ്രയോജനമുണ്ട്. ഇവിടെ ഈ എന്തിനാ ഈ പൂക്കൾ എന്ന് പറയുന്ന സാധനം? പിന്നെ ബിരിയാണി ചോറിന്റെ പുറത്ത് മുട്ട ഇരിക്കുന്ന ഒരു പൂക്കള്, പിന്നെ ഈ ഐസ്ക്രീമിന്റെ പുറത്ത് മുതിരിങ്ങ ഇരിക്കുന്ന ഒരു പൂക്കള്, ആനപ്പുറത്ത് പാപ്പാനിരിക്കുന്ന ഒരു പൂക്കള്. ഈ പൂക്കളിന് എന്തിടെ ഈ പൂക്കൾ എന്ന് പറയുന്നത്? ഞാനൊരു കൂട്ടുകാരനോട് ചോദിച്ചു, എന്തിനാ നമുക്ക് ഈ പൂക്കള് ദൈവം തന്നിരിക്കുന്നത്? അപ്പൊ അവിടെ തന്നെ അവൻ വളരെ ബുദ്ധിയുള്ളവനാണ്, വളരെ അറിവുള്ളവനാണ്. അപ്പൊ അവനോടനെ ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞു, അത് നിനക്കറിയത്തില്ലേ? അത് എനിക്കറിയാം. ഞാൻ ചോദിച്ചാൽ നിനക്ക് അറിയാമെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതായത് നമുക്ക് ഈ പൂക്കൾ എന്ന് പറയുന്ന സാധനം നീ വിചാരിക്കും ഒരു ഉപയോഗം ഇല്ലെന്ന്, പക്ഷെ അതിന് വലിയ ഉപയോഗമുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താ ഉപയോഗം? പേപ്പർ അടിക്കുമ്പോൾ കുത്തി വെക്കാനായിട്ട് ദൈവം തന്ന ഒരു സാധനമാണ് ഈ പൂക്കൾ. ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. ഇത് നമുക്ക് ആവശ്യമില്ലാത്ത, പക്ഷെ ദൈവം പേപ്പർ കേരളത്തിൽ ഇറങ്ങിയാൽ പട്ടി അടിക്കും. അപ്പൊ ഇതിന് ആവശ്യമുണ്ടെന്ന് കണ്ടുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഫിറ്റ് ചെയ്ത് തന്നാണ് ഈ പൂക്കളെന്ന് പറയുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ പക്ഷേ ഈ പൂക്കളിനെ പറ്റി പിന്നീട് എനിക്ക് ശരിക്കുള്ള അവയർനെസ് എപ്പോഴാണ് കിട്ടിയെന്ന് അറിയാമോ?
വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഞാനൊരു പ്രസംഗം കേട്ടു. ആ പ്രസംഗകൻ പറയുകയാണ്, നമ്മളൊരു അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ ഈ അമ്മയുടെ ഉദരത്തിലൂടെ ഭക്ഷണം കുഞ്ഞിന് ലഭിക്കുന്നത് ഈ പുക്കിലൂടെയാണ്. അതായത് അമ്മയുടെ ചോര കുടിച്ചാണ് ഒരു കുഞ്ഞ് വളരുന്നത്. അമ്മയുടെ സ്തന്യം എന്ന് പറയുന്നത് അമ്മയുടെ ചോര വെളുക്കുന്നതാണ്. അപ്പൊ അമ്മയെ തിന്നാണ് ഒരു കുഞ്ഞ് വളരുന്നത്. അതുകൊണ്ട് ഒരിക്കലും യേശുക്രിസ്തു അമ്മയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, പൊക്കിൾക്കൊടിയുടെ ബന്ധം. നമ്മുടെ ശരീരത്തിലെ ഈ പൊക്കിളിന്റെ ഇത് നമ്മുടെ അവസാനം വരെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് വിശുദ്ധ കുർബാന പറയുന്നു. വിശുദ്ധ കുർബാനയെ പറ്റി പറയുമ്പോൾ ഒരമ്മ പറയുന്നു, എന്റെ ഓർമ്മയ്ക്കായി ദൈവം നിന്നിൽ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു അവയവം. എന്റെ സിഗ്നേച്ചറാണിത്, എന്റേതാണ് നീ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത്. അതാണ് വേദോസം പറയുന്നത്, പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശത്തെ ദൈവം ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നത്. ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്ത് ദൈവത്തിന്റെ ആത്മാവ് ദാവീദിലേക്ക് വന്നപ്പോൾ അതുപോലെ ഒരു അഭിഷേകം പിശാച് സൗലിന് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? ദാവീദിനെ എതിർക്കാനായിട്ടുള്ള അഭിഷേകം. അതായത് നിങ്ങൾ ആത്മീയമായി എത്ര വളരുന്നോ അതിന് തക്കവണ്ണം നിങ്ങളുടെ ഭവനത്തിൽ നിന്നോ നിങ്ങളുടെ കൂട്ടായ്മയിൽ നിന്നോ നിങ്ങൾ ഇടപെടുന്ന മേഖലയിൽ നിന്നോ ശക്തമായ എതിർപ്പുണ്ടാകും. നമ്മൾ ആലോചിക്കുക, നമ്മുടെ പള്ളിയിലെ പാവപ്പെട്ട 3-4 അമ്മച്ചിമാര് പള്ളിയിൽ നല്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് എല്ലാ വെള്ളിയാഴ്ച ഉടൻ തന്നെ നാട്ടുകാർ പറയുന്നുണ്ട്, ഒരു പ്രാർത്ഥനക്കാരി പോകുന്നു, ഒരു പ്രാർത്ഥനക്കാരി പോകുന്നു. കാരണം നിങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് വിവാദത്തിൽ വരുമ്പോൾ അതിന് എതിരായിട്ട് നിങ്ങളെ പള്ളിയിൽ നിന്ന് തള്ളി മാറ്റാനായിട്ട് ഒരു ഗ്രൂപ്പ് ഉറപ്പായിട്ടുണ്ടാകും. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ അഭിഷേകം എത്ര വലുതാണോ അത്രയും കൂടുതൽ നിങ്ങൾക്ക് എതിരായിട്ടുള്ള പൈശാചിക ശക്തികളും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ദാവീദിന് അഭിഷേകം കിട്ടിയപ്പോൾ ഉടൻ തന്നെ സാവൂളിന് പിശാച് അഭിഷേകം കൊടുത്തു. ദൈവ അഭിഷേകം ദാവീദിന് കൊടുത്തപ്പോൾ പിശാച് അഭിഷേകം സാവൂളിന് കൊടുത്തു. ഇതിനു വേണ്ടി ദൈവ പദ്ധതികൾ തരികിട ആക്കാൻ വേണ്ടി, ദൈവ പദ്ധതികൾ അത് മറിച്ചിടാൻ വേണ്ടി ഈ പിശാച് ഉടൻ തന്നെ ശക്തമായിട്ട് ഇടപെടുകയാണ്. ദാവീദിന് കിന്നരവാദനകാരനായിരുന്നു, കിന്നരവാദകനായിരുന്നു. നമുക്കറിയാം, കിന്നരം വായിക്കുക എന്ന് പറഞ്ഞാൽ ഈ ആട്ടിടേന് ഈ സമയം ഉഷപോലിരിക്കുമ്പോൾ ഇയാൾ തറുതാന് പഠിച്ച പാട്ടുകളാണ് ഈ കിന്നരം. ആ കിന്നരത്തിൽ പാടുന്നതിൽ എന്താണ്? ദൈവത്തിന്റെ സ്തുതികൾ. ആ ദൈവത്തിന്റെ സ്തുതികൾ പാടുന്ന ഈ മനുഷ്യനെ തപ്പിപ്പിടിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുവരുന്ന അഭിഷേകമുള്ള മനുഷ്യൻ വരുമ്പോൾ ഉടൻ തന്നെ പിശാച് പേടിച്ച് ഓടുകയാണ്. ഈ കിന്നരത്തിലൂടെ അവന് ദൈവത്തിന്റെ സ്തുതികൾ പാടുമ്പോൾ സാവൂളിന്റെ അരിയിൽ നിന്ന് പിശാച് ഓടിപ്പോകേണ്ടിയിരിക്കുന്നു. അഭിഷിക്തന്റെ മുമ്പിൽ നിൽക്കാനായിട്ട് പിശാചിന് കഴിയുന്നില്ല. നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി കുറവുണ്ടാകും, നമ്മുടെ കുടുംബത്തിന് ഒത്തിരി കുറവുണ്ടാകും. പക്ഷെ കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ ഒരമ്മയുണ്ടെങ്കിൽ, ഒരപ്പനുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ ചരിത്രം മാറും. അവിടെ പിശാച് ഓടിപ്പോടി വരും. നിങ്ങൾ അവിടെ ദാവീദിനെ പോലെ, കിന്നരവാദനക്കാരനെ പോലെ, ദൈവത്തിന്റെ സ്തുതികൾ പാടുന്നതിനെ പോലെ ആകുമ്പോൾ ആ കുടുംബത്തിന്റെ ലെവൽ മാറുകയാണ്, ആ കുടുംബത്തിന്റെ സിഗ്നേച്ചർ മാറുകയാണ്. അവിടെ ഇതുവരെയും പിശാച് സിഗ്നേച്ചർ ഇട്ടിരുന്നിടത്തുനിന്ന് അത് വെട്ടിമാറ്റിയിട്ട് ദൈവം തന്റെ ഒപ്പിട്ട് ഇതെന്റെ മക്കളാണ്, എന്റെ ഭവനമാണ്, എന്റെ കുടുംബമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അതിനെ ഏറ്റെടുക്കുന്ന കർത്താവിന്റെ ശക്തമായ കരത്തിനുകിടെ നിങ്ങൾ താഴ്മയോടെ നിൽക്കുകയും തക്ക സമയത്ത് അവിടെ നിങ്ങൾ എടുത്തു.